ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ലോകമെമ്പാടും കർത്താവിൻ്റെ ജനന ദിവസം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുന്നതിന് കാലങ്ങൾക്ക് മുൻപേ തൻ്റെ ദാസന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ കർത്താവിൻ്റെ വരവ്, ഈ ഭൂമിയിലേക്കുള്ള വരവ് ജനത്തോട് അറിയിച്ചിരുന്നു. യെശയ്യാവിൽ നമുക്ക് കാണാം, യെശയ്യാവ് 7:14, കർത്താവ് നിങ്ങൾക്ക് ഒരടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കുമെന്നും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നും യെശയ്യാവിലൂടെ കാലങ്ങൾക്ക് മുമ്പേ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. യെശയ്യാവ് തന്നെ 9:6 നമുക്ക് കാണാം, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീഷ്ണത അതിനെ നിവർത്തിക്കും. അപ്പോൾ യെശയ്യാവിൽ, പഴയ നിയമകാലത്ത് യെശയ്യാവ് എന്ന പ്രവാചകനിലൂടെ ലോകത്തോട് ദൈവം വിളിച്ചു പറഞ്ഞു, ഒരു ശിശുവിനെ നൽകുവാൻ പോകുകയാണ്, കന്യഗർഭിണിയായ ഒരു ശിശുവിനെ നമുക്ക് ലഭിക്കുമെന്നും ആ ശിശു അത്ഭുത മന്ത്രിയായിരിക്കുമെന്നും സമാധാന പ്രഭു ആയിരിക്കുമെന്നും ആധിപത്യം ആ ശിശുവിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ തോളിലിരിക്കുമെന്നും വചനത്തിലൂടെ നമുക്ക് മുൻകൂട്ടി കർത്താവിൻ്റെ വരവിന് മുൻകൂട്ടിയേ പ്രവചനത്തിലൂടെ നമ്മെ അറിയിച്ചു. നമുക്കറിയാം, പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് നമുക്ക് കാണാം. ഇവിടെ ലൂക്കോസിൻ്റെ സുവിശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ ശീലകൾ ചുറ്റി, ലൂക്കോസ് 2:7 നോക്കുകയാണെങ്കിൽ, ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുകയാണ്. 10ാമത്തെ വാക്യത്തിൽ പറയാണ്, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാനിന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ഒരു ദൂതൻ ഇടയന്മാരോട് പറയുന്നതായിട്ടാണ് അവിടെ നമുക്ക് കാണുന്നത്. ക്രിസ്തു ഈ ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ദൂതൻ പറയുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഈ കർത്താവ് ഭൂമിയിൽ നമുക്ക് വേണ്ടി ജനിച്ചു. എന്തിനു വേണ്ടിയാണ്? കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് കരുതാതെ സ്വർഗത്തിലിരുന്ന കർത്താവ് എന്തിനു വേണ്ടിയാണ് ഈ താണലോകത്ത് നമുക്ക് വേണ്ടി മനുഷ്യനായി പിറന്നത്? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ എല്ലാം പാപങ്ങൾക്ക് വേണ്ടി, നാം എല്ലാം പാപത്തിൽ നിത്യ നരകത്തിലേക്ക് തള്ളപ്പെടുവാനുണ്ടായിരുന്ന നമ്മെ നിത്യനാശത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നരകത്തിൻ്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, ആ കോപത്തിയിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പലർക്കും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല, പലർക്കും അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഒന്നും ജീവിതത്തിൽ ഈ കർത്താവിനെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് വന്നു, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എല്ലാം പക്ഷപാതം കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ കഴിയാതെ കർത്താവ് എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് ഭൂമിയിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി എല്ലാം ക്രൂശിക്കപ്പെട്ട് കർത്താവ് കടന്നുപോയപ്പോൾ കർത്താവ് ഇപ്പോഴും നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം പാപങ്ങളിൽ നിന്ന് മോചിക്കപ്പെട്ടുവോ? കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നെന്ന് പറയുന്നെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണം. കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. യേശു കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഇല്ല, എനിക്ക് കർത്താവിന് ഇഷ്ടമുണ്ടെന്ന് വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല. കർത്താവിനെ സ്നേഹിക്കാൻ കഴിയണം. കർത്താവ് നമുക്ക് വേണ്ടി വന്നു എന്ന് വിശ്വസിക്കാൻ കഴിയണം. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയണം. കർത്താവ് പറഞ്ഞ കൽപ്പനകൾ, കർത്താവ് നമ്മളോട് ചെയ്യണമെന്ന് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. ഇങ്ങനെയാണ് കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നത്. ഇല്ല, കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ട് എന്ന്, അല്ലെങ്കിൽ കർത്താവ് ഇവിടെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നെങ്കിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം.
കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവ് ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു, കർത്താവ് ജനിച്ചു എന്ന് വിശ്വസിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, കർത്താവിനെ നമ്മൾ സ്നേഹിക്കാൻ ശ്രമിക്കണം. കർത്താവിൻ്റെ കൽപ്പനകൾ ചെയ്യുവാൻ ശ്രമിക്കണം. എങ്ങനെയാണ് കർത്താവിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.